അങ്ങനെ പ്രതീക്ഷകൾ നിറഞ്ഞ മറ്റൊരു ദിവസത്തിലേക്ക്. എന്നും എന്താ സെയിം വിൻഡോ സെയിം കാഴ്ചകൾ അങ്ങനെയൊന്നും കേട്ടോ. ഇന്നിപ്പോൾ വെയിലൊന്നുമില്ല, ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു രാവിലെ. പിന്നെന്താ ഇന്ന് വലിയ ക്ലീനിങ് ഒന്നും ഉണ്ടായില്ല. ഇന്നലെ തന്നെ എല്ലാം ഒതുക്കി പെറുക്കി വെച്ചായിരുന്നു. പിന്നെ രാവിലെ പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇന്നലത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ വലിയ ആന കഷ്ണങ്ങളൊക്കെ ആക്കിയാണ് കറിക്ക് അരിയാറ്. പക്ഷെ ഇക്കാക്ക എനിക്കിതേ ഈ ചോപ്പർ വാങ്ങി തന്നു. അതിലിട്ടിട്ട് കുരുക്കുരാന്നരിഞ്ഞപ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞാൽ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അങ്ങനെ ലഞ്ച് പാക്ക് ചെയ്തു. ഞാൻ അനുചേച്ചിക്കും കുറച്ച് ലഞ്ച് എടുത്തു കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ബ്രെഡും ചിക്കനും, അത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. ബീഫാണെങ്കിൽ അതിലും പൊളിക്കും. പിന്നെ കൊണ്ടുപോകാനുള്ള ലഞ്ച് പാക്ക് ചെയ്തു. നെയ്ച്ചോറും ചിക്കനും, പിന്നെ നമുക്ക് ബ്രേക്കിന് കഴിക്കാൻ ആപ്പിളും. ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ അവേ എന്നല്ലേ. പിന്നെ അതാ വേഗം റെഡിയായി. പിന്നെ എല്ലാം എടുത്തെടുത്ത് വന്നപ്പോൾ എന്താ 8 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നിനിപ്പോൾ നടന്നു പോകണ്ട, നമുക്ക് നേരെ ബസ് എടുക്കാമെന്നും പറഞ്ഞ് ഇക്കാക്കാനോട് യാത്രയും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് എന്ന് ഈ ബാഗിൽ കൈയിട്ട് വെക്കുന്നത് ID കാർഡ് ഉണ്ടോന്നാട്ടോ. അത് സ്ഥിരം പതിവാ, മറന്നു പോയാലോ എന്ന് ഓർത്ത് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു. സ്കൂളിന്റെയും കോളേജിന്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല റഷാണ്. ഒരു 11 മിനിറ്റ്സ് നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ബസ്സിന്. എല്ലാ 15 മിനിറ്റ്സിലും ബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. ബസ് വന്നു. ഇത് കൗൺസിലിന്റെ പാർക്ക് ആൻഡ് റൈഡ് ബസ്സാണ്. ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹോസ്പിറ്റലിലേക്കുള്ളതാണ്. ജസ്റ്റ് 5 മിനിറ്റ്സ് താഴെയാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്കുള്ളൂ. ഇതിന്റെ ഇടയിൽ നമ്മുടെ ടീ ബ്രേക്കിന് നമ്മൾ വേറെ ഡിപ്പാർട്ട്മെന്റിലെ കൊളീഗ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചു. പിന്നെ വീണ്ടും വർക്കിലേക്ക്. അത് എന്താ വീണ്ടും ലഞ്ച് ബ്രേക്ക് ആയി. ലഞ്ച് ബ്രേക്കിന്റെ ഇടയിൽ ഇത് നമ്മുടെ കൊളീഗ് ജോവാനാണ്. ചിക്കൻ കറി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആള് പറയാ ഭയങ്കര സ്പൈസി ആണെന്ന്. വർക്ക് കഴിഞ്ഞ് പിന്നെ ഞാനും ജോവാനും കൂടി സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആളോട് ഞാൻ നമ്മുടെ വ്ളോഗിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കായിരുന്നു കേട്ടോ. റിട്ടേൺ വന്നപ്പോൾ നമ്മൾ ബസ് എടുത്തില്ല, നടന്നു വന്നു. സമയമുണ്ടല്ലോ, പിന്നെ നല്ല വെയിൽ, രാവിലത്തെ ക്ലൈമറ്റ് പോലെ ആയിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇക്കാക്ക് വിളിക്കാൻ വരാം. അപ്പോൾ ഇക്കാക്കായി അവിടെ നടന്നു വരുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യും. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ഈ സമയത്താണ് നടന്നു വരുമ്പോഴാണ് വീട്ടിലേക്ക് വിളിക്കുക. വീടെത്തിയപ്പോൾ വെയിൽ കൊണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ആ ചെടിയിലേക്ക് ഇക്കാക്ക് ഒരു കൊട്ട വെള്ളം കമിഴ്ത്തി ഒഴിച്ചു. പിന്നെന്താ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് ഓർത്ത് അരിപ്പൊടി നോക്കിയപ്പോൾ അരിപ്പൊടിയില്ല. ഇടിയപ്പം ഉണ്ടാക്കാൻ അങ്ങോട്ട് കൊതിയായി. പിന്നെ രണ്ടും കൽപ്പിച്ച് ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കി. എന്താണെന്നറിയില്ല, എനിക്ക് യൂട്യൂബ് നോക്കാൻ തോന്നിയില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോൾ ഇടിയപ്പത്തിന്റെ അച്ച് ഈ പരുവായി. എന്തായാലും ഇടിയപ്പത്തിന്റെ ഏകദേശം ഒരു കോലമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും പിന്നെ ഇന്നലത്തെ ഫുഡ് കുറച്ചിരിക്കുന്ന കാരണം അത് കഴിച്ച് പിന്നെ വിശപ്പടക്കി. ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പുതിയ ദിവസം പുതിയ പ്രതീക്ഷകൾ.